നമസ്കാരം. എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. പൂർണ്ണമായും ആത്മീയവും ജ്യോതിഷപരവുമായ അറിവുകൾ പങ്കുവയ്ക്കുന്ന നമ്മുടെ ഈ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വിശകലനം ചെയ്യുന്നത് മീനം രാശിക്കാർക്ക് വേണ്ടിയാണ്. പൂരൂരുട്ടാതിയുടെ അവസാന പാദം, ഉത്രിട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ച മീനം രാശിക്കാർക്ക് 2026 മെയ് മാസം എപ്രകാരമായിരിക്കും? ഗ്രഹനിലകൾ സൂചിപ്പിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെ? നമ്മുടെ ജീവിതത്തിൽ വരാനിരിക്കുന്ന വെല്ലുവിളികളും നേട്ടങ്ങളും എങ്ങനെ മുൻകൂട്ടി അറിയാം? ഈ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. വീഡിയോയുടെ അവസാനം ഈ മാസത്തെ ഗ്രഹദോഷങ്ങൾ ലഘൂകരിക്കാനുള്ള ചില പ്രത്യേക പരിഹാര മാർഗങ്ങളും നൽകുന്നുണ്ട്. അതിനാൽ വീഡിയോ പൂർണ്ണമായും ശ്രദ്ധയോടെ കാണുക. ആദ്യം നമുക്ക് ഗ്രഹങ്ങളുടെ നിലവിലെ അവസ്ഥ ഒന്ന് പരിശോധിക്കാം. നിങ്ങളുടെ ജന്മരാശിയിൽ ശനിയും ചൊവ്വയും നിൽക്കുന്നു. 2-ാം ഭാവത്തിൽ സൂര്യനും ബുധനും, 3-ാം ഭാവത്തിൽ ശുക്രനും, 4-ാം ഭാവത്തിൽ വ്യാഴവും, 6-ാം ഭാവത്തിൽ കേതുവും, 12-ാം ഭാവത്തിൽ രാഹുവും സ്ഥിതി ചെയ്യുന്നു. ഈ ഗ്രഹനില നമ്മുടെ ജീവിതത്തിന്റെ വിവിധ തലങ്ങളെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് നോക്കാം. ആദ്യമായി നിങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ച് പറയാം. ജ്യോതിഷപ്രകാരം ലഗ്നാധിപൻ നല്ല സ്ഥാനത്ത് നിൽക്കുന്നത് ഏത് രാശിക്കാരെ സംബന്ധിച്ചും വലിയൊരു അനുഗ്രഹമാണ്. നിങ്ങളുടെ രാശിയുടെ അധിപനായ വ്യാഴം ഇപ്പോൾ 4-ാം ഭാവത്തിൽ നിൽക്കുന്നത് നിങ്ങളുടെ ആരോഗ്യത്തിന് വലിയൊരു സംരക്ഷണ കവചം തീർക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് നല്ല ഊർജവും പ്രതിരോധശേഷിയും നൽകുന്നു. എങ്കിലും ഈ മാസത്തിന്റെ ആദ്യ പകുതിയിൽ, അതായത് മെയ് 11 വരെ ശനിയും ചൊവ്വയും നിങ്ങളുടെ ജന്മരാശിയിൽ ഒന്നിച്ചു നിൽക്കുന്നത് കൊണ്ട് ചില അസ്വസ്ഥതകൾ ഉണ്ടാകാം. ശനിയുടെയും ചൊവ്വയുടെയും ഈ സമാഗമം അല്പം ക്ലേശകരമാണ്. അനാവശ്യമായ ചിന്തകൾ മനസ്സിനെ അലട്ടാനും ചെറിയ കാര്യങ്ങൾക്ക് പോലും ദേഷ്യം വരാനും സാധ്യതയുണ്ട്. നിങ്ങളിപ്പോൾ 7.5 ശനിയുടെ നിർണായകമായ ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്നത് മറക്കരുത്. അതിനാൽ കൃത്യസമയത്ത് ആഹാരം കഴിക്കാനും മതിയായ വിശ്രമം എടുക്കാനും ടെൻഷനുകൾ ഒഴിവാക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം. മെയ് 11 ശേഷം ചൊവ്വ 2-ാം ഭാവത്തിലേക്ക് മാറുന്നതോടെ ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ പുരോഗതിയും ആശ്വാസവും അനുഭവപ്പെടും. വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ മീനം രാശിക്കാർക്ക് ഈ മാസം സമ്മിശ്ര ഫലങ്ങളാണ്. പുതിയ കോഴ്സുകൾ തിരഞ്ഞെടുക്കുന്നതിനോ വലിയ അഡ്മിഷൻ നടപടികളോ ഈ മാസം അത്ര അനുയോജ്യമല്ല. ജൂൺ 2-ാം തീയതിയോടെ വ്യാഴം നിങ്ങളുടെ 5-ാം ഭാവത്തിലേക്ക് മാറുകയാണ്. 5-ാം ഭാവം എന്നത് ബുദ്ധിയുടെയും വിദ്യയുടെയും കേന്ദ്രമാണ്. വ്യാഴം അവിടെ ഉച്ചസ്ഥിതിയിൽ എത്തുന്നതോടെ നിങ്ങളുടെ ബുദ്ധിശക്തി 10 മടങ്ങ് വർദ്ധിക്കുകയും പഠനകാര്യങ്ങളിൽ വലിയ വിജയം വരിക്കുകയും ചെയ്യും. അതിനാൽ വലിയ തീരുമാനങ്ങൾ ജൂൺ ആദ്യവാരത്തിലേക്ക് മാറ്റിവെക്കുന്നതാണ് ഉചിതം. അതുവരെ ആത്മവിശ്വാസത്തോടെയും ക്ഷമയോടെയും മുന്നോട്ടു പോവുക. പഠനത്തിൽ മനസ്സ് ചഞ്ചലപ്പെടാൻ സാധ്യതയുള്ളതുകൊണ്ട് ഏകാഗ്രത നിലനിർത്താൻ പ്രത്യേകം പരിശ്രമിക്കുക. കുടുംബജീവിതത്തെ സംബന്ധിച്ചിടത്തോളം മീനം രാശിക്കാർക്ക് ഈ മാസം വളരെ മനോഹരമായ അനുഭവങ്ങളാണ് ലഭിക്കാൻ പോകുന്നത്. പങ്കാളിയുമായി നല്ല ഒത്തൊരുമയും സന്തോഷകരമായ നിമിഷങ്ങളും പങ്കിടാൻ നിങ്ങൾക്ക് സാധിക്കും. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും പങ്കാളി നിങ്ങൾക്ക് വലിയൊരു താങ്ങായി ഉണ്ടാകും. കുടുംബത്തിലെ പഴയ തർക്കങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ സമാധാനപരമായ ചർച്ചകളിലൂടെ പരിഹരിക്കാൻ ഈ മാസം ഉത്തമമാണ്. എന്നാൽ ഒരു ചെറിയ ജാഗ്രതാ നിർദ്ദേശം നൽകാനുണ്ട്. മെയ് 14-15 തീയതികളിൽ അല്പം ശ്രദ്ധിക്കുക. ഈ ദിവസങ്ങളിൽ വാക്കുകൾ തെറ്റായി വ്യാഖ്യാനിക്കപ്പെടാൻ സാധ്യതയുള്ളതുകൊണ്ട് സംസാരിക്കുമ്പോൾ സംയമനം പാലിക്കുക. ക്ഷമയോടെ കേൾക്കാൻ തയ്യാറായാൽ ഈ ദിവസങ്ങളും നിങ്ങൾക്ക് സുഖകരമാക്കാം. നിങ്ങളുടെ സാമ്പത്തിക ഭദ്രതയും തൊഴിൽപരമായ ഉയർച്ചയും ഗ്രഹനിലകൾ പരിശോധിക്കുമ്പോൾ മെയ് 11 മുതൽ മീനം രാശിക്കാർക്ക് സാമ്പത്തികമായി വലിയൊരു വഴിത്തിരിവാണ് കാണുന്നത്. നിങ്ങളുടെ ഭാഗ്യാധിപനും ഊർജ്ജസ്വലതയുടെ ഗ്രഹവുമായ ചൊവ്വ മെയ് 11 നിങ്ങളുടെ 2-ാം ഭാവത്തിലേക്ക് അഥവാ ധനസ്ഥാനത്തേക്ക് പ്രവേശിക്കുകയാണ്. ജ്യോതിഷത്തിൽ ധനസ്ഥാനത്ത് ചൊവ്വയുടെ സാന്നിധ്യം എന്നത് പണം കൈവരാനുള്ള ഒരു വലിയ യോഗമാണ്. ഇത് വെറും ഒരു വരുമാന വർധനവല്ല, മറിച്ച് നിങ്ങളുടെ സാമ്പത്തിക അടിത്തറ ശക്തമാക്കുന്ന കാലമാണ്. ഭൂമി, വസ്തുവകകൾ അല്ലെങ്കിൽ മറ്റ് സ്ഥാവര വസ്തുക്കൾ എന്നിവ വാങ്ങാനോ വിൽക്കാനോ ആഗ്രഹിക്കുന്നവർക്ക് ഈ സമയം സ്വർണ്ണതുല്യമാണ്. പണ്ടെങ്ങോ മുടങ്ങിപ്പോയ നിക്ഷേപങ്ങൾ അല്ലെങ്കിൽ തിരികെ ലഭിക്കുമെന്ന് പ്രതീക്ഷയില്ലാതിരുന്ന കടങ്ങൾ
എന്നിവ തിരികെ ലഭിക്കാൻ ഈ കാലയളവ് സഹായിക്കും. എന്നാൽ ഓർക്കുക, ചൊവ്വയുടെ സ്വാധീനമുള്ളതുകൊണ്ട് പണം വരുമ്പോൾ അത് ആഡംബരങ്ങൾക്കായി ദൂർത്തടിക്കാതെ വസ്തുവകകളിൽ നിക്ഷേപിക്കാൻ ശ്രദ്ധിക്കണം. ഓഹരി വിപണിയിലോ അല്ലെങ്കിൽ ദീർഘകാല നിക്ഷേപങ്ങളിലോ താൽപ്പര്യമുള്ളവർക്ക് ഈ മാസം കൃത്യമായ ആസൂത്രണത്തോടെ മുന്നോട്ടു പോയാൽ വലിയ നേട്ടങ്ങൾ കൊയ്യാനാകും. തൊഴിൽപരമായ കാര്യങ്ങളിൽ നിങ്ങളുടെ കർമ്മസ്ഥാനത്തെ അഥവാ 10ാം ഭാവത്തെ ശനിദേവൻ വീക്ഷിക്കുന്നത് അതീവ പ്രാധാന്യത്തോടെ വേണം കാണാൻ. ഇത് കേവലം ജോലിഭാരം മാത്രമല്ല, മറിച്ച് നിങ്ങളുടെ കഠിനാധ്വാനത്തെ ശനിദേവൻ പരീക്ഷിക്കുന്ന സമയമാണ്. ജോലിസ്ഥലത്ത് ഉത്തരവാദിത്തങ്ങൾ കൂടുമ്പോൾ എനിക്കിതൊന്നും ചെയ്യാൻ വയ്യ എന്ന് കരുതി തളരരുത്. മറിച്ച് ഈ ഉത്തരവാദിത്തങ്ങളെ നിങ്ങളുടെ കഴിവും കർമ്മശേഷിയും തെളിയിക്കാനുള്ള ഒരു അവസരമായി കാണുക. ശനിയുടെ ഈ ദൃഷ്ടി നിങ്ങൾ ജോലിയിൽ കൂടുതൽ അച്ചടക്കം പാലിക്കണമെന്നും ആഴത്തിൽ കാര്യങ്ങൾ പഠിക്കണമെന്നും ആവശ്യപ്പെടുന്നുണ്ട്. ജോലിയിൽ മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് മെയ് 11 ശേഷം വലിയൊരു അനുകൂല തരംഗം തന്നെ കാണുന്നുണ്ട്. പുതിയ പദവികൾ, സ്ഥാനക്കയറ്റം എന്നിവ നിങ്ങളെ തേടിയെത്താം. ബിസിനസ് ചെയ്യുന്നവരെ സംബന്ധിച്ച് ഈ മാസം പുരോഗതിയുടേതാണ്. പുതിയ ബിസിനസ് കരാറുകളിൽ ഒപ്പിടാൻ മെയ് 11 ശേഷമുള്ള സമയം വളരെ അനുകൂലമാണ്. എന്നാൽ ഇവിടെ ഒരു ചെറിയ സൂക്ഷ്മത ആവശ്യമുണ്ട്. ചൊവ്വയുടെ ഉഗ്രമായ സ്വാധീനം കാരണം ബിസിനസ് പങ്കാളികളുമായോ ഇടപാടുകാരുമായോ ഉള്ള സംസാരത്തിൽ വലിയ നിയന്ത്രണം വേണം. നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു ചെറിയ ദേഷ്യം അല്ലെങ്കിൽ ആവേശത്തോടെയുള്ള തീരുമാനം വലിയ നഷ്ടങ്ങൾക്ക് വഴിവെച്ചേക്കാം. അതുകൊണ്ട് എടുത്തുചാടി തീരുമാനങ്ങൾ എടുക്കാതെ എല്ലാ വശങ്ങളും കൃത്യമായി ആലോചിച്ച ശേഷം മാത്രം നിക്ഷേപങ്ങൾ നടത്തുക. കഠിനാധ്വാനവും വിവേകവും ചേർത്ത് വെച്ചാൽ ഈ മാസം നിങ്ങളുടെ കരിയറിലെ ഏറ്റവും മികച്ച മാസങ്ങളിൽ ഒന്നായി മാറ്റാൻ നിങ്ങൾക്ക് സാധിക്കും. ഗ്രഹനിലകൾ അനുകൂലമാക്കാനും ദോഷങ്ങൾ കുറയ്ക്കാനും നമുക്ക് ഭക്തിയുടെ മാർഗം സ്വീകരിക്കാം. 7 ശനിയുടെ കാലഘട്ടമായതുകൊണ്ട് ശനിദേവനെ പ്രീതിപ്പെടുത്തുക എന്നത് നിർബന്ധമാണ്. ദിവസവും 108 തവണ ശനീശ്വര സ്തോത്രം ജപിക്കുന്നത് തൊഴിലിലെ തടസ്സങ്ങൾ നീങ്ങാനും മനസ്സിന് ശാന്തി ലഭിക്കാനും സഹായിക്കും. അതുപോലെ പഠനത്തിലും ഏകാഗ്രത കിട്ടാൽ സൂര്യാസ്തമയത്തിന് ശേഷം 108 തവണ ചന്ദ്രസ്തോത്രം ജപിക്കുന്നത് വളരെ ഫലപ്രദമാണ്. ഇത് മനസ്സിന്റെ ചഞ്ചലതകൾ അകറ്റാൻ നിങ്ങളെ സഹായിക്കും. ഈ മാസത്തെ ഗ്രഹനിലകൾ നിങ്ങൾക്ക് അറിവ് പകരാൻ സഹായിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഈ കാര്യങ്ങൾ ശ്രദ്ധയോടെ പാലിച്ചാൽ ഈ മാസം നിങ്ങൾക്ക് നേട്ടങ്ങളുടെ മാസമാക്കാം. ഒരു കാര്യം എപ്പോഴും ഓർക്കുക, ഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ വഴികാട്ടികളാണ്. എന്നാൽ ആ വഴിയിലൂടെ നടക്കേണ്ടത് നിങ്ങളാണ്. നിങ്ങളുടെ കർമ്മമാണ് നിങ്ങളുടെ വിധി നിർണ്ണയിക്കുന്നത്. അതുകൊണ്ട് ഗ്രഹനില നൽകുന്ന സൂചനകൾ ഉൾക്കൊണ്ട് പോസിറ്റീവായി മുന്നോട്ട് പോവുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഷെയർ ചെയ്യുക. കൂടുതൽ ജ്യോതിഷ വിശേഷങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.